ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. രത്നാരാജ് വ്ളോഗ് എന്നുള്ളത് മാറ്റിയിട്ട് ഇപ്പോൾ രാജില്ല, രത്ന. അത് യൂട്യൂബ് എഴുതിയതാണ് കേട്ടോ. ഞാൻ ചിലപ്പോൾ ചേഞ്ച് ചെയ്തിട്ട് രത്നാരാജ് വ്ളോഗ് തന്നെ ആക്കും. ഇപ്പം രത്ന 5004 അങ്ങനെയാണ് തന്നിരിക്കുന്നത്. രത്ന 5004 മാറ്റണത്. അപ്പം ഞാനിപ്പോൾ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു ആമസോണിൽ നിന്ന് ഇപ്പോൾ വന്നേ ഉള്ളൂ കേട്ടോ. അത് ആമസോണിൽ നിന്ന് ഒരു എന്താണ് ഹെയർ ടച്ചപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വന്നിട്ടുണ്ട്. കാണുന്നുണ്ടോ? ഹെയർ ടച്ചപ്പ് എന്ന് പറഞ്ഞിട്ട്, അതായത് നമുക്ക് ഇപ്പോൾ ഡൈ ചെയ്യാൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പെട്ടെന്ന് ഡൈ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇവിടെയൊക്കെ നരയുണ്ടല്ലോ, അങ്ങനെയുണ്ട്. നമുക്കത് മാറ്റണം എന്നുള്ളവർക്ക് നമ്മൾ ഇതാണ് സംഭവം കേട്ടോ. ഇതൊന്ന് ഇങ്ങനെ കാണിച്ചിട്ട് നമ്മളിത് ഇവിടെ ആക്കിയാൽ മതി. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടച്ച് ചെയ്യാം കണ്ടോ. എന്നിട്ടൊന്ന് കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചാൽ മതി. അപ്പം നമുക്കിവിടെ ബ്ലാക്ക് ആയിട്ട് വന്നു. കയ്യിലൊന്നും അധികം ആവുന്നില്ല, കുറച്ചാവുന്നുള്ളൂ. അതേമാതിരി തന്നെ ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ടച്ച് ചെയ്യാം. അത്യാവശ്യമൊക്കെ ഇതിന് വേണ്ടിയിട്ട്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 300 രൂപ കേട്ടോ. ഉണ്ടോ? ഞാൻ കണ്ണാടിയിൽ നോക്കാതെയാണ് ചെയ്യണേ. ശരിയായിട്ടുണ്ടോ അറിയില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്കൊരു ആശ്വാസം കിട്ടും. ആർക്കും വേണമെങ്കിലും ചെയ്യാം, ജെൻസിനും ചെയ്യാം, ലേഡീസിനും ചെയ്യാം. എല്ലാവർക്കും ഇത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പേരാണ് ഷഹനാസ് ഹുസൈൻ, മുസ്ലിമാണ്. ഷഹനാസ് ഹുസൈൻ്റെ ഹെയർ ടച്ചപ്പ്. ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത് കേട്ടോ, 300 രൂപ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് തരാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഷഹനാസ് ടച്ചപ്പ് എന്ന് എഴുതി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടും. 300 രൂപയേ ഉള്ളൂ. അപ്പോൾ ഇത് പെട്ടെന്നൊക്കെ നമുക്ക് ഡൈ ചെയ്യാനൊന്നും പറ്റിയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ ഇതിൽ കാണിച്ചത് കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു. ഇനി ഞാനൊരു കാര്യം കൂടി കാണിച്ചു തരാം. എനിക്ക് ചെറുപ്പത്തിൽ ഒരുപാട് മുടി ഉണ്ടായിരുന്നു കേട്ടോ. അത് ഈ അര മുടി ഉണ്ടായിരുന്നത്. അപ്പോൾ ഒക്കെ പോയി ഇത് ശൂന്നായി കണ്ടില്ലേ? ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ മുടി ഇതൊക്കെ പോയിട്ട് എത്രയായുള്ളൂ, ഇത്രയായി. ഇത്രയും മുടിയുള്ളൂ എനിക്കിപ്പോൾ കണ്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു സൂത്രം കണ്ടുപിടിച്ചു. എന്താണ്? ഇതിങ്ങനത്തെ ഒരു സാധനം വാങ്ങി. സംഭവം നമ്മുടെ ഒറിജിനൽ മുടി തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ, എനിക്കറിയില്ല. അവർ അതേന്നൊക്കെ പറയും, പക്ഷേ അറിയില്ല. അപ്പം ഞാനെന്ത് ചെയ്തു, ഇത് ഞാൻ മുടി എങ്ങനെയാണ് വയ്ക്കണേന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മളിത് ഇങ്ങനെ എടുത്തു, ഇതിൻ്റെ മുകളിലേക്കൊക്കെ മുടി ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ഒരു റബ്ബർ ബാൻഡ്, അതായത് മറ്റൊരു എന്തെങ്കിലും ഒരു ഇടാം. ഇങ്ങനെ ഇട്ടു കേട്ടോ. ഇങ്ങനെ ഇട്ട് ഞാനിതിപ്പോൾ ഒരു പോണിറ്റൈൽ കെട്ടിയ മതി. ഇതെങ്ങനെ കെട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഇവിടെ കാണുന്നില്ലേ? അപ്പോൾ നമുക്കൊരു ക്ലിപ്പിടാം. ക്ലിപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇന്നൊരു ക്ലിപ്പിട്ടു. അത് കഴിഞ്ഞിട്ട് നമുക്കിത് അതങ്ങനെ ഫിറ്റ് ചെയ്താൽ മതി. ഇപ്പം നല്ല മുടി ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ നിന്നിട്ടൊരു ഇത് കെട്ടണം കേട്ടോ. ഇവിടെ നിന്നിട്ട് നമുക്ക് വേണമെങ്കിൽ വേറൊരു ക്ലിപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ല മുടിയുള്ള മാതിരി തോന്നും. അതോ കണ്ടുണ്ടോ? ഇവിടെ വേണമെങ്കിൽ ഇത്രയും പൊക്കിയിട്ട് വേണമെങ്കിൽ ഇവിടെ ഇടാം. ഇവിടെ ഇട്ട് കൊടുക്കാം. ഇവിടെ ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ ക്ലിപ്പ് ഇട്ട് കൊടുത്താൽ മതി. ആരും അറിയില്ല. എങ്ങനെയുണ്ട്? ഭംഗിയുണ്ടോ? കണ്ണാടിയിൽ നോക്കിയിട്ട് കാണിച്ചു. കണ്ണാടിയിൽ എൻ്റെ കാണുന്നുണ്ടോ? കണ്ട? അടിപൊളിയായില്ലേ? ഇങ്ങനെ വരും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് നമ്മളെങ്ങനെ ചെയ്യാം. മുടിയില്ലാത്തവരിങ്ങനെ ചെയ്യാം, മുടിയുള്ളവർ കട്ട് ചെയ്തിട്ട് നമുക്ക് തരും.
അതിപ്പോൾ എൻ്റെ അനിയത്തിയുടെ മോൾക്ക് ഇഷ്ടം 15 സെൻറ്റിമീറ്ററാണ് അവളിപ്പോൾ മുറിച്ച് ക്യാൻസർ രോഗികൾക്ക് കൊടുത്തത്. അവിടെ ഇവിടെ ബ്ലോഗ് ചെയ്യുന്ന ആളെന്ന് തന്നെയാണ് കേട്ടോ. മിന്നു ക്രിസ് എന്ന് പറഞ്ഞിട്ടൊരു ബ്ലോഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. मौसम नदी का किनारा चंचल हवा कहा तो दिलों ने के मिलकर कभी हम न होंगे जुदा.